നിങ്ങളുമായി സംവദിക്കാൻ അവസരം തന്നു അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മരവശവും അധപ്പതത്തിന്റെ ആഘാതകർത്തത്തിലേക്ക് ആ പതിച്ചെന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അന്യായത്തിന്റെയും കൊടും കാറ്റുകൾ ലോകത്തെ അന്ന് ഉയർത്തി വീശിയപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശമായി പ്രവാചക പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അറേബ്യൻ മരുഭൂമിയിൽ ആഗതനായി. ജനസമയത്ത് തന്നെ പല മഹാത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മുഖം ചാട്ടുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഗാർഗിയ വിശേഷിച്ച 6-ാം നൂറ്റാണ്ടിലെ ക്രൂരനും അക്രമികളുമായിരുന്ന ഒരു വാഗ്മിയാണ് അവിടത്തേക്ക് നേടിവന്നത്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാക്കുകയും നിഷ്കളങ്കയായ ചോരപ്പയിൽ നിന്ന് ജീവനോട് കൂടി കുഞ്ഞുമുടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അക്രമവും കൊലയും കൊലവെപ്പും കൊണ്ടും കൊടുത്തും നിത്യസമവും മദ്യത്തിലും ദ്രാക്ഷയുമായിരുന്നു അവർ സാഹചര്യം കണ്ടെത്തിയിരുന്നത്. മനുഷ്യത്വത്തിന്റെ ബാലപ്പാട്ടും പോലും വായിക്കാത്ത സംസ്കാര ശൂന്യരായ അതിന് വിഭാഗത്തിലായിരുന്നു സന്മാർഗത്തിന്റെ സന്ദേശം കടന്നു തന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ച് അവിശ്വാക്കുകയും വിമർശനത്തിന്റെ കൂരാപ്പുകൾ നബിക്കെതിരെ അജ്ഞാതമണം ചെയ്തെങ്കിലും ചിതറാത്ത ചിന്തത്തോടും പതറാത്ത പാദത്തോടും കൂടി അവിടുന്ന് പ്രബോധനം തുടർന്നു. അങ്ങനെ വെറും 23 വർഷം കൊണ്ട് ഗർഭത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ഭീകരതയിലേക്ക് അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി ചേർത്തു. ഇതാ ലോക ചരിത്രത്തിൽ ദുരന്തമില്ലാത്ത പരിവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരുമെല്ലാം അവരുടെ നാലും തുമ്പിലൂടെയും തൂലികത്തുമ്പിലുമായിരുന്നു പ്രവാചകനെ പ്രശംസിക്കുന്നത്. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോട് കരകാട്ടാൻ പ്രവാചകൻ കൽപ്പിച്ചത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണാണിക്കുക, എന്നാൽ ആകാശത്തുള്ള നിങ്ങളോട് കരുണാണിക്കും എന്ന് തിരുവചനം അതാണ് സൂചിപ്പിക്കുന്നത്. തള്ളപ്പക്ഷിയിൽ നിന്നും അതിനെ വേർതിരിച്ച അനുചരിയോട്ടോ അതിനെ തിരികെ വെച്ചു കരക്കാട്ടാൻ പ്രവാചകൻ കൽപ്പിച്ചത് ഇതിനേറെ ശംശമാണ്. തന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവനെ നീ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്ന എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് കൂടി വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്തായ പ്രധാന കാരണം ഇതാണ്. എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹുദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.